നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ഇനി 2 ആഴ്ച കൂടി കാത്തിരിക്കണം. ജയപരാജയങ്ങളെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളും അന്തർനാടകങ്ങളും അടിയൊഴുക്കുകളും കാലുവാരലുകളും ഒക്കെയാണ് രാഷ്ട്രീയ കക്ഷികളും പ്രവർത്തകരും പൊതുജനങ്ങളും ചർച്ച ചെയ്യുന്നത്. മുന്നണികളും സ്ഥാനാർത്ഥികളും പോളിംഗ് ശതമാനവും വോട്ടിങ്ങിന്റെ സ്വഭാവവും ചർച്ച ചെയ്ത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഫലപ്രഖ്യാപനത്തിനായുള്ള നീണ്ട കാത്തിരിപ്പിനിടയിൽ കൂടുതലൊന്നും പറയാനില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. പ്രധാന ഇടങ്ങളിൽ ബാക്കിയാവുന്ന ചുവരെഴുത്തുകളും പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളുമാണ് തെരഞ്ഞെടുപ്പിന്റെ ഓർമ്മപ്പെടുത്തലാവുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്രരുമടക്കം വീറോട് നടത്തിയ പ്രചരണ പരിപാടികളുടെ ബാക്കി പത്രങ്ങളായാണ് പ്രധാന ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. പ്രചരണത്തിന്റെ മൂർധന്യാവസ്ഥയിൽ പോസ്റ്ററുകൾക്കും ബാനറുകൾക്കും ഫ്ലക്സ് ബോർഡുകൾക്കും ഇളക്കം തട്ടുകയോ സ്ഥാനചലനം സംഭവിക്കുകയോ ചെയ്താൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിമാറുമായിരുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇനിയൊന്നും ബാധിക്കാനില്ല എന്നതാണ് സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും നിലപാട്. ചുവരെഴുതുന്നതിന് വാശിയോടെ ബുക്ക് ചെയ്ത ഭിത്തികളിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചവരും രാഷ്ട്രീയ വാശി അവസാന നിമിഷം വരെ നിലനിർത്തിയവരും തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രതീക്ഷിച്ചുള്ള നീണ്ട കാത്തിരിപ്പിന്റെ ഇടവേളയിലാണ്. ആര് ജയിക്കും, ആര് തോൽക്കുമെന്നും ഏത് മുന്നണി ഭരണത്തിലെത്തുമെന്നതും കാത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. കാത്തിരിപ്പിന്റെ ഇടവേളയിൽ പ്രചരണ കോലാഹലങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളായി മാറുകയാണ് പോസ്റ്ററുകളും സ്ഥാനാർത്ഥി ചിത്രങ്ങളും അടയാളങ്ങളും.